വെൽക്കം ബാക്ക്. ഇന്ന് പിന്തുടർച്ച അവകാശ പോക്കുവരവാണ് നോക്കുന്നത്. വിവിധ തരം പിന്തുടർച്ച അവകാശങ്ങൾ, പോക്കുവരവ് എന്നിവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അത് കാണാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പോക്കുവരവ് ചെയ്യുന്നതിന് ഫോറം 1 രജിസ്ട്രിയിൽ ഫയൽ ചെയ്യണമെന്ന് നമുക്കറിയാം. അതിനോടൊപ്പം ആധാരവും എഴുതി വേണം ഫോറം 1 നൽകാൻ. കോടതി ഡിക്രി വഴിയോ റവന്യൂ സെയിൽസ് വഴിയോ ഒരു ഭൂമിയുടെ അവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടാലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യണം. എന്നാൽ സക്സഷൻ പോക്കുവരവ് ഇങ്ങനെയല്ല. ഭൂമിയുടെ ഉടമസ്ഥൻ മരണപ്പെടുമ്പോഴാണ് പിന്തുടർച്ച അവകാശ പോക്കുവരവ് ആവശ്യമായി വരുന്നത്. സക്സഷൻ 2 വിധമുണ്ട്: വിൽപത്രമുള്ളതും വിൽപത്രമില്ലാത്തതും. രണ്ടായാലും പിന്തുടർച്ച അവകാശ പോക്കുവരവ് തന്നെയാണ് ചെയ്യുന്നത്. വിൽപത്രമുള്ളതിനെ ടെസ്റ്റേറ്റ് സക്സഷൻ എന്നും വിൽപത്രമില്ലാത്തതിനെ ഇൻറ്റസ്റ്റേറ്റ് സക്സഷൻ എന്നും പറയുന്നു. മുഹമ്മദീയർ അവരുടെ അനന്തരാവകാശികൾക്ക് വിൽപത്രം എഴുതിയാലും അതിന് നിയമസാധുതയില്ലാത്തതാണ്. അതിനാൽ ഇൻറ്റസ്റ്റേറ്റ് സക്സഷൻ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. പിന്തുടർച്ചാവകാശ പോക്കുവരവ് ചെയ്യാൻ സബ് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് പോകേണ്ടതില്ല. ഇതിനായി ഫോറം 1A ആണ് നിയമത്തിൽ പറയുന്നത്. ഈ ഫോറം 1Aയിൽ ഒരു അപേക്ഷ തയ്യാറാക്കണം. തർക്കമില്ലാത്തതും സബ് ഡിവിഷൻ ആവശ്യമില്ലാത്തതുമായ കേസുകളിൽ ഫോറം 1A വില്ലേജ് ഓഫീസിലും, തർക്കമുള്ളത് അല്ലെങ്കിൽ സബ് ഡിവിഷൻ ആവശ്യമായ കേസുകൾ ഫോറം 1Aയിൽ താലൂക്ക് തഹസിൽദാർക്കുമാണ് നൽകേണ്ടത്. ഈ ഫോറം 1A ആവശ്യമുള്ളവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 1A ഫോറത്തിൽ സക്സഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ കാണുന്നില്ല. അതിനാൽ സക്സഷൻ പോക്കുവരവ് സംബന്ധിച്ച ഒരു മോഡൽ ആപ്ലിക്കേഷൻ ഫോറം കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അറ്റസ്റ്റ് ചെയ്ത് അത് സഹിതം നേരിട്ട് റവന്യൂ ഓഫീസർക്ക് സമർപ്പിക്കും. ഇവിടെ രേഖകൾ എന്നതിൽ വിൽപത്രം വരാമെന്ന് പറഞ്ഞല്ലോ. വിൽപത്രമുള്ള കേസുകളിൽ വിൽപത്രം അറ്റസ്റ്റ് ചെയ്ത ശേഷമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നാണ് ചട്ടം 4 നിന്ന് മനസ്സിലാക്കുന്നത്. രജിസ്റ്റർ ചെയ്ത വിൽപത്രമുണ്ടെങ്കിൽ അതും അവസാനത്തെ വിൽ എന്ന് തെളിയിക്കുന്ന ലിസ്റ്റ് സർട്ടിഫിക്കറ്റും ഭൂമിയുടെ ബാധ്യതാ സർട്ടിഫിക്കറ്റും മുൻ ആധാരങ്ങളും രജിസ്ട്രിയിൽ നിന്നും എടുത്ത അടയാള സഹിതം പകർപ്പും സഹിതമാണ് അപേക്ഷ ഫയൽ ചെയ്യേണ്ടത്. വിൽപത്രം എല്ലാ വിധത്തിലും വാലിഡ് ആണെങ്കിൽ മാത്രമേ പോക്കുവരവിന് പരിഗണിക്കൂ. അല്ലാത്ത പക്ഷം എല്ലാ അവകാശികളുടെയും പേരിൽ പോക്കുവരവ് ചെയ്യണമെന്നാണ് നിയമത്തിൽ കാണുന്നത്. വിൽപത്രമില്ലെങ്കിൽ ആധാരവും ബാധ്യതാ സർട്ടിഫിക്കറ്റുമാണ് നൽകേണ്ടത്. പിന്തുടർച്ച അവകാശ പോക്കുവരവ് ചെയ്യുന്നത് സമ്മറി നടപടികളിലൂടെയാണ്. അതായത് ഇവിടെ തെളിവെടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്തുടർച്ച പോക്കുവരവിന് റെസ് ജുഡിക്കേറ്റ ക്ലെയിം നിലനിൽക്കുകയില്ല. വില്ലേജ് ഓഫീസിലാണ് പിന്തുടർച്ച പോക്കുവരവിനുള്ള അപേക്ഷ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത്. ഇത്തരം അപേക്ഷകൾ എപ്പോഴും പ്രത്യേക കെട്ടായാണ് വെക്കേണ്ടത്. അതിന് വില്ലേജ് ഓഫീസിൽ ഫോം 6Cയിൽ ഒരു പ്രത്യേകം രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏലിയനബിലിറ്റി ഉള്ള ഭൂമി മാത്രമേ പോക്കുവരവ് ചെയ്യാൻ കഴിയൂ. കൈവശക്കാരൻ്റെ മരണശേഷം സർക്കാരിലേക്ക് വരേണ്ടതായ അനുഭവക്രമമുള്ള ഭൂമികളൊന്നും സക്സഷൻ പോക്കുവരവിന് വിധേയമല്ല. പോക്കുവരവ് നിയമം വസ്തുവിൻ്റെ ഉടമസ്ഥത തീർച്ചപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു നിയമമല്ല. ഇത് ഭൂനികുതി ഈടാക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. ടാക്സിംഗ് സ്റ്റാറ്റ്യൂട്ട്. പോക്കുവരവ് ചെയ്തതുവഴി ആരുടെയെങ്കിലും ഉടമസ്ഥതയ്ക്ക് മങ്ങലേറ്റു എന്ന് പറഞ്ഞ് ആർക്കും റവന്യൂ ഓഫീസർമാർക്കെതിരെ പരാതി കൊടുക്കാൻ കഴിയില്ല. ഇത് വളരെ കൃത്യമായി റൂൾ 16 പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ മേലുള്ള അവകാശങ്ങൾ പരിശോധിക്കുവാനും സ്ഥാപിക്കുവാനും ഇവിടെ നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ഇത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. സ്വത്തവകാശം സ്വകാര്യ അവകാശമാണ്. ഇത് മുൻപ് മൗലിക അവകാശമായിരുന്നു. ഇപ്പോൾ ഇത് സ്വകാര്യ അവകാശമാകയാൽ അതിൻ്റെ സംരക്ഷണത്തിനാവശ്യമായ ചെലവുകളെല്ലാം അപേക്ഷകൻ തന്നെയാണ് വഹിക്കേണ്ടത്. കോടതി ചിലവുകളെല്ലാം ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ഭൂമിയുടെ ഉടമസ്ഥ അവകാശം തീർച്ചപ്പെടുത്താൻ സിവിൽ കോടതിക്കാണ് അധികാരം. എന്നാൽ ഭൂനികുതി സ്റ്റേ ചെയ്യാനോ നികുതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനോ സിവിൽ കോടതിക്ക് അധികാരമില്ലാത്തതാണ്. പിന്തുടർച്ചാ പോക്കുവരവ് ചെയ്യുന്നതിന് തണ്ടപ്പേർ കക്ഷിയുടെ മരണം പരിപൂർണമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കണം. മരണ സർട്ടിഫിക്കറ്റാണ് ഇതിനുള്ള ആധികാരിക രേഖ. 7 വർഷത്തിലധികം കാണാതിരിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി. തെളിവ് നിയമം വകുപ്പ് 108 പ്രകാരം ഇത് സിവിൽ കോടതികളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവകാശികളെ കണക്കാക്കുമ്പോൾ തണ്ടപ്പേർ കക്ഷി മരണപ്പെടുന്ന ആ നിമിഷത്തെ അവകാശികളെയാണ് പരിഗണിക്കുന്നത്. പിന്തുടർച്ച അവകാശ പോക്കുവരവിന് എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്?
ഉത്തരം ഇതാണ്. തണ്ടപ്പേർ കക്ഷി മരണപ്പെട്ടയുടനെ അപേക്ഷിക്കണം. അനന്തരാവകാശികൾ ഭൂമി ഉടനെ തങ്ങളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്യുകയും ഭൂമി ഏറ്റെടുത്ത് കൈവശം വയ്ക്കുകയും വേണം. ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 നിയമങ്ങൾ എന്ന വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അപേക്ഷയിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കാം. അന്വേഷണ നടപടികളുടെ ഭാഗമായി അവകാശികളിൽ നിന്നും അയൽ സാക്ഷികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നു. സ്ഥലപരിശോധനയും നടത്തുന്നു. മരണപ്പെട്ടയാളുടെ നിയമാനുസൃത അവകാശികൾക്ക് അല്ലെങ്കിൽ തൽപര കക്ഷികൾക്ക് ആക്ഷേപം എന്തെങ്കിലും ഉന്നയിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് 15 ദിവസത്തെ സമയം ലഭിക്കാവുന്ന വിധം ഒരു അറിയിപ്പ് തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് നൽകുകയും നോട്ടീസ് ബോർഡ് വഴി അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വില്ലേജ് ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലെ നോട്ടീസ് ബോർഡുകളിൽ ഈ അറിയിപ്പ് പ്രസിദ്ധീകരിച്ച് ഒബ്ജക്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സ്വാഭാവിക നീതി തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സക്സഷൻ നിയമങ്ങളിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അന്വേഷണം നടത്തുകയും പോക്കുവരവിന് വിധേയമായ ഭൂമി പരിശോധിച്ച് അതിർത്തികളും സർവേ നമ്പരും തിട്ടപ്പെടുത്തുകയും സർക്കാർ ബാധ്യതകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. സക്സഷൻ നിയമപ്രകാരം അവകാശികളെ തിട്ടപ്പെടുത്തുന്ന വിധം ഇവിടെ പ്രത്യേകം 3 വീഡിയോകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രയാസമുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ചാൽ കൃത്യമായ പട്ടിക തയ്യാറാക്കി തരും. ലീഗൽ എയർസിന് പോക്കുവരവ് ചെയ്യുമ്പോൾ നിയറസ്റ്റ് എയറിനെ കണ്ടെത്തി പോക്കുവരവ് ചെയ്യണമെന്നാണ് റൂൾ 14 സബ് ക്ലോസ് 2 പറയുന്നത്. അതിനാൽ ഏതെങ്കിലും ലീഗൽ എയറിനെ അബദ്ധവശാൽ വിട്ടുപോയി എന്നതുകൊണ്ട് റവന്യൂ ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ശരിയായ അന്വേഷണം നടത്തി മാത്രമേ റവന്യൂ ഓഫീസർമാർ നടപടി പൂർത്തിയാക്കുകയുള്ളൂ. നടപടിയിൽ പിശകുകൾ വന്നുപോയാൽ റിവിഷനും അപ്പീലുമാണ് പരിഹാരം. നടപടിയിലോ ഉടമസ്ഥതയിലോ തർക്കമുള്ളവർ സിവിൽ കോടതിയെ സമീപിച്ച് കേസ് ഫയൽ ചെയ്ത് അതിന്റെ തെളിവ് സഹിതം തർക്കം ഫയൽ ചെയ്താൽ മാത്രമേ റവന്യൂ നടപടികൾ നിർത്തിവെക്കൂ. തർക്കമില്ലാത്തതും സബ് ഡിവിഷൻ ആവശ്യമില്ലാത്തതുമായ കേസുകളിൽ വില്ലേജ് ഓഫീസർ അപ്പീൽ കാലത്തിന് ശേഷം അന്തിമ ഉത്തരവ് തയ്യാറാക്കുന്നു. പ്രൊസീഡിംഗ്സ് രൂപത്തിലാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. പിന്തുടർച്ചാവകാശ പോക്കുവരവ് ചെയ്തത് സംബന്ധിച്ച ആധികാരിക രേഖയാണിത്. ഇത് കക്ഷികൾക്കും സബ് രജിസ്ട്രാർക്കും സർവ് ചെയ്യുന്നു. ഈ നടപടി ഉത്തരവ് ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഡേറ്റാബേസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അതോടെ പിന്തുടർച്ചാ പോക്കുവരവ് നടപടികൾ അവസാനിക്കുന്നു. നടപടി ഉത്തരവ് കൈപ്പറ്റിയ ലീഗൽ എയേഴ്സ് കരം വസൂലാക്കൽ നിയമം സെക്ഷൻ 4 പ്രകാരം നികുതി ഒടുക്കിയിരിക്കണം. ഇവിടെ അവകാശികൾ എല്ലാവരുടെയും പേരിലാണ് പോക്കുവരവ് നടപടി സ്വീകരിക്കുന്നത്. വിൽപത്രമുണ്ടെങ്കിൽ അതിലെ ബെനിഫിഷ്യറിക്ക് മാത്രമായി പോക്കുവരവ് ചെയ്യാം. അവകാശികളുടെ പേരിൽ കൂട്ടായി പോക്കുവരവ് ചെയ്യുമ്പോൾ അത് പിന്നീട് ഭാഗപത്രം ചെയ്ത് വീതിച്ചെടുക്കുന്നു. ഈ പിന്തുടർച്ചാ പോക്കുവരവിന് ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. 5 ലക്ഷം രൂപ വരെയുള്ള സർക്കാർ ബോണ്ടുകൾ പിൻവലിക്കാൻ വേണ്ടി മാത്രമാണ് ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ പിന്തുടർച്ചാവകാശം നിർണ്ണയിക്കാൻ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. ഉദാഹരണമായി, ഒരു മകൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് അവകാശം കിട്ടിയ സ്വത്ത് ആ അമ്മ മരിക്കുമ്പോൾ ആ അമ്മയുടെ ലീഗൽ ഹെയർസിനല്ല പോകുന്നത്, മറിച്ച് ആ സ്വത്ത് ലഭിക്കാനിടയായ മുൻപേ മരിച്ച മകന്റെ അവകാശികളിലേക്ക് തന്നെ പോകുന്നു. സന്താനങ്ങളില്ലാത്ത ഒരു ഹിന്ദു സ്ത്രീ മരിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടിയ സ്വത്ത് ഭർത്താവിന്റെ ലീഗൽ എയേഴ്സിനും പിതാവ് വഴി കിട്ടിയ സ്വത്ത് പിതാവിന്റെ ജീവിച്ചിരിക്കുന്ന ലീഗൽ എയേഴ്സിനും പോകുന്നു. അതുകൊണ്ട് സ്വത്തിന്റെ അവകാശം ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് നിർണ്ണയിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യൻ സെക്യൂരിറ്റീസ് ആക്ട് പ്രകാരം നൽകുന്ന ലീഗൽ എയർ സർട്ടിഫിക്കറ്റിൽ ഇതൊന്നും പ്രതിഫലിക്കുകയില്ല. അത് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ പിൻവലിക്കാനും ബാങ്ക് തുകകൾ പിൻവലിക്കാനും സർവീസ് ആനുകൂല്യങ്ങൾ പിൻവലിക്കാനും മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റിലേഷൻ സർട്ടിഫിക്കറ്റ് ഇവ വെച്ച് ആധാരം എഴുതാം എന്ന് തെറ്റായി പലരും പറയാറുണ്ട്. ഇത് നിയമപരമല്ല. ഈ ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ റവന്യൂ അധികാരികൾക്ക് അധികാരവുമില്ല. സബ് രജിസ്ട്രാർക്ക് ഇത് ആവശ്യപ്പെടാൻ അധികാരവുമില്ല. നിയമം മൂലം വ്യവസ്ഥാപിതമായിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പിന്തുടർച്ചാ അവകാശ പോക്കുവരവാണ്. ഇങ്ങനെയുള്ള പബ്ലിക് പോളിസിക്ക് എതിരായി എഴുതുന്ന കരാറുകൾക്കൊന്നും നിയമസാധുത ഉണ്ടായിരിക്കുന്നതല്ല. അതിനാലാണ് നിയമപരമല്ലാത്ത നടപടികൾക്ക് റവന്യൂ അധികാരികൾ സർട്ടിഫിക്കറ്റ് നൽകുകയില്ല എന്ന് പറയുന്നത്. പിന്തുടർച്ചാ പോക്കുവരവ് ചെയ്യുന്നതിന് സഹായകരമായ രീതിയിൽ മോഡൽ ഫോറങ്ങൾ തയ്യാറാക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യക്കാർക്ക് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം. ഇനി അഡ്വേഴ്സ് പൊസഷൻ വഴി ലഭിക്കുന്ന ഭൂമിയുടെ പോക്കുവരവ് ചെയ്യുന്ന വിധം പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.